കരമന അഖിൽ വധക്കേസിലേക്ക് പോവുകയാണെങ്കിൽ അതിൽ പ്രധാന പ്രതികളിൽ ഒരാൾ കൂടി ഇപ്പോൾ പിടിയിലായിട്ടുണ്ട്. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത അപ്പു എന്ന അഖിലിനെയാണ് തമിഴ്നാട്ടിൽ നിന്നും പിടികൂടിയത്. ഗൂഢാലോചനയിൽ പങ്കെടുത്ത 3 പേരും പിടിയിലായിട്ടുണ്ട്. AK സ്റ്റെഫിൻ ചേരുന്നു. സ്റ്റെഫിൻ, അതിക്രൂരമായ കൊലപാതകം, നമ്മളെല്ലാം ഞെട്ടിപ്പിച്ച ഒരു കൊലപാതകം, ക്രൂരതയുടെ അങ്ങേയറ്റം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ പ്രതികൾക്ക് നേരത്തെയും മറ്റൊരു കൊലപാതകവുമായി ബന്ധമുണ്ടെന്ന് ഉള്ള വിവരവും വരുന്നു. 2019 നടന്ന അനന്തു കൊലക്കേസുമായിട്ട് ബന്ധമുണ്ടെന്നും വരുന്നു. അപ്പോൾ ഈ പ്രതികളെ ഇനി കണ്ടുകിട്ടാനുള്ള പ്രതികളെ കുറിച്ചുള്ള വിവരങ്ങൾ എന്തെങ്കിലും പോലീസ് ലഭിച്ചിട്ടുണ്ടോ? പോലീസ് നടപടി ഏതുവരെ? സേതുലക്ഷ്മി, ഇനി പിടിയിലാക്കാനുള്ളത് പ്രധാനമായും 3 പ്രതികളാണ്. അവരെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ കരമന പോലീസിന്റെ ഭാഗത്തു നിന്നും നടന്നു വരുന്നത്. പ്രതികൾ തമിഴ്നാട്ടിലേക്ക് തന്നെ കടന്നു, തമിഴ്നാട്ടിലുണ്ട് എന്നുള്ളതാണ് പോലീസിന് ലഭ്യമാകുന്ന വിവരം. പ്രതികൾ എവിടെയാണ് ഉള്ളതെന്ന് സംബന്ധിച്ചുള്ള ചില സൂചനകൾ ലഭ്യമായിട്ടുണ്ട്. കാരണം ഇപ്പോൾ പിടിയിലായിരിക്കുന്ന അഖിൽ അപ്പുവിനെയും തമിഴ്നാട്ടിൽ നിന്നാണ് ഈ പോലീസ് പിടികൂടിയത്. അത്തരത്തിൽ തമിഴ്നാട്ടിൽ തന്നെ പ്രതികൾ ഉണ്ട് എന്നൊരു നിഗമനത്തിലാണ് പോലീസ്. അതുകൊണ്ട് തന്നെ അവരെ കണ്ടെത്താനുള്ള ശ്രമം ഒരു ഭാഗത്ത് നടക്കുന്നു. അതോടൊപ്പം തന്നെ വിശദമായി അഖിൽ അപ്പുവിനെ ചോദ്യം ചെയ്തു വരികയാണ്. ഇപ്പോൾ അഖിൽ അപ്പുവിനെ എത്തിച്ചിട്ടുള്ളത് ഫോർട്ട് സ്റ്റേഷനിലാണ്. ഇവിടെ ഇനി വിശദമായി 10 മണിയോടുകൂടി ഫോർട്ട് AC-യുടെ നേതൃത്വത്തിൽ വിശദമായി ചോദ്യം ചെയ്യും. അങ്ങനെയെങ്കിൽ കൂടുതൽ സൂചനകൾ, മറ്റ് പ്രതികളെ കേന്ദ്രീകരിച്ചുള്ള സൂചനകൾ പോലീസിൽ ലഭ്യമാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഞെട്ടലുണ്ടാക്കുന്ന കാര്യം 2019 അതിക്രൂരമായ ഒരു കൊലപാതകമായിരുന്നു അനന്തുവിൻ്റേത്, കരമന സ്വദേശി അനന്തുവിൻ്റേത്. ആ കൊലപാതകത്തിലെ പ്രതികൾ തന്നെയാണ് ഇപ്പോൾ ഈ അഖിലിനെ കൊലപ്പെടുത്തിയതെന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം. ആ മുഖ്യപ്രതിയായിട്ടുള്ള അഖിൽ അപ്പുവാണ് പിടിയിലായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുള്ള അനീഷ്, അതോടൊപ്പം ഹരിലാൽ, കിരൺ എന്നിവരാണ് പിടിയിലായിട്ടുള്ളത്. ഇതിൽ കിരണാണ് ഇവരെ രക്ഷപ്പെടാൻ സഹായിച്ചത്. ഈ കിരണിൽ നിന്നാണ് ഒരു പക്ഷേ ഈ പ്രതികളെ സംബന്ധിച്ച് തമിഴ്നാട്ടിലേക്ക് കടന്നുവെന്ന അടക്കമുള്ള സുപ്രധാന വിവരങ്ങൾ പോലീസിൽ ലഭ്യമായിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.